ചൈനയിൽ നിരവധി കമ്പനികളുണ്ട്. അവ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ അവരുടെ മോട്ടോർ സൈക്കിളും അതുപോലെ തന്നെ ബൈക്സും കാര്യങ്ങളും എല്ലാം വിറ്റിരുന്നു. ഇവ ഫുള്ളും ചൈനയിൽ നിന്ന് ഡയറക്റ്റ് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ആഫ്രിക്കൻ ഷോപ്പുകളിൽ അസംബിൾ ചെയ്താണ് എടുത്തിരുന്നത്. പക്ഷേ ഇതിന് തീർച്ചയായിട്ടും ക്വാളിറ്റി വളരെ കുറവും ആഫ്റ്റർ സെയിൽ സർവീസും വളരെ പുവറായിരുന്നു. അവർക്കുണ്ടായിരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ജാപ്പനീസ് മോട്ടോർ സൈക്കിളാണ്. പക്ഷേ അത് വില ഭയങ്കര കൂടുതലും, അത്രയും വിലയുള്ളത് ആഫ്രിക്കൻ രാജ്യത്തുള്ളവർക്ക് അഫോർഡ് ചെയ്യാനായിട്ട് പ്രയാസമായിരുന്നു. പിന്നീട് വരുന്നതാണ് ഇന്ത്യൻ ബ്രാൻഡുകൾ കമ്പയർ ടു ചൈന വില കുറച്ച് കൂടുതലാണെങ്കിൽ കൂടിയും ക്വാളിറ്റി വൈസ് ചൈനയെക്കാളും ബെറ്റർ ആയതുകൊണ്ട് അവർ കൂടുതലായിട്ട് ചൂസ് ചെയ്തത് ഇന്ത്യൻ ബ്രാൻഡുകളാണ് കൂടുതലായിട്ട് ചൂസ് ചെയ്തത്. അതിൻ്റെ ഒരു ഗുണം ഇന്ത്യക്ക് കിട്ടുന്നത്, ഇപ്പോൾ ആഫ്രിക്കയിൽ തന്നെ ഏറ്റവും കൂടുതൽ മോട്ടോർ സൈക്കിളുകൾ വിൽക്കുന്നത് ഇന്ത്യയിൽ നിന്നുള്ള കമ്പനികളാണ് കൂടുതലായിട്ട് വിൽക്കുന്നത്. ചൈനയെക്കാളും കൂടുതലായിട്ട് വിൽക്കുന്നത് ഇന്ത്യയാണ്.